വിശദമായി ജെഎൻയുവിൽ ഇടത് കൊടുങ്കാറ്റ് രാജ്യം ഉറ്റുനോക്കിയ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും ഇടത് സഖ്യത്തിന് ആധികാരിക വിജയം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി സീറ്റുകളിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് എസ്എഫ്ഐ ഐസ സഖ്യം വിജയിച്ചത്. എബിവിപിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല. 12 വർഷത്തിന് ശേഷം ജെഎൻയുവിന്റെ അധികാര കേന്ദ്രത്തിൽ മലയാളി എത്തുന്നതിനും തെരഞ്ഞെടുപ്പ് വിധിയെഴുതി. I hereby declare Mohit Kumar Pandey elected for the post of President. ചെയർപേഴ്സൺ ഇഷിത മന്ന തെരഞ്ഞെടുപ്പ് വിജയികളുടെ ഫലപ്രഖ്യാപനം നടത്തുമ്പോഴേക്കും രാജ്യം ഉറ്റുനോക്കിയ ജെഎൻയു ക്യാമ്പസിൽ ഇടതു സഖ്യം ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നിങ്ങനെ കേന്ദ്ര പാനലുകളിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇടതു സഖ്യം അധികാരത്തിലേറിയത്. പ്രസിഡന്റ് സ്ഥാനത്ത് എസ്എഫ്ഐ ഐസ സഖ്യത്തിന്റെ മോഹിത് കുമാർ പാണ്ഡെ 1954 വോട്ടുകൾക്ക് വിജയിച്ചു. 12 വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളി ജെഎൻയുവിന്റെ അധികാര കേന്ദ്രത്തിൽ ഇടം പിടിച്ചു. എറണാകുളം സ്വദേശിയും എസ്എഫ്ഐ പ്രവർത്തകനുമായ അമൽ 2461 വോട്ടുകൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തി. കമ്മ്യൂണൽ സംഘടനകൾക്കെതിരെ ക്യാമ്പസുകളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്ന എബിവിപി ഇത്തവണ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യത്തിൽ പ്രചാരണം നടത്തിയിരുന്ന എബിവിപിയുടെ പതനം പ്രതീകാത്മക ശവമഞ്ചത്തിലാണ് എസ്എഫ്ഐ ഐസ സഖ്യം ആഘോഷിച്ചത്. കന്നയ്യടക്കമുള്ള വിദ്യാർത്ഥികൾ അറസ്റ്റിലായ ശേഷം ജെഎൻയുവിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. കേന്ദ്ര സർക്കാരിന്റെ സർവകലാശാല ആക്രമണങ്ങൾക്ക് നേരെയുള്ള കനത്ത മറുപടിയാണിതെന്ന് കന്നയ്യയും പ്രതികരിച്ചു. This is the victory of people of India, those who fought for the justice for JNU, those who are fighting for the justice for Rohit Vemula. This victory is against the undemocratic forces like BJP and RSS. 18 കൗൺസിലർ സീറ്റുകളിൽ 15നും എസ്എഫ്ഐ ഐസ സഖ്യം വിജയിച്ചു. കന്നയ്യനോക്കി ആസാദി മുദ്രാവാക്യം രാജ്യമൊട്ടാകെ ഏറ്റെടുത്തതിന് പിന്നാലെ ജെഎൻയുവിൽ വൻ ഇടത് വിപ്ലവത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തുക എന്ന എബിവിപി പ്രചാരണത്തിനും കേന്ദ്ര സർക്കാരിനും കനത്ത തിരിച്ചടി നൽകുന്നതായി ജെഎൻയു വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പ് ഫലം. ക്യാമറമാൻ ശൈലേഷ് കലായിക്കൊപ്പം മനു ശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഈ വർഷത്തെ ഹജ്ജിന് തുടക്കമായി. ഇന്നാണ് അറഫ സംഗമം. 17 ലക്ഷത്തോളം വിശ്വാസികൾ അറഫയിൽ ഒത്തുചേരും. മധ്യാഹ്നം മുതൽ അസ്തമയം വരെയാണ് അറഫ സംഗമത്തിന്റെ സമയം. ചൂടിനെ പ്രതിരോധിക്കുന്നതും തീപിടിക്കാത്തതുമായ കൂറ്റൻ പന്തലുകൾ അറഫ മൈതാനത്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന അറഫ, മിന, മുസ്ദലിഫ മേഖലകളിൽ പഴുതടച്ച സുരക്ഷയ്ക്കായി 20,000-ഓളം സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. നാളെയാണ് ബലിപെരുന്നാൾ. ലോകം നടുങ്ങിയ സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ഇന്ന് 15ാം വാർഷികം. ഞെട്ടലിൽ നിന്ന് അമേരിക്കൻ ജനത ഇന്നും മുക്തമായിട്ടില്ല. 2001 സെപ്റ്റംബർ 11 രാവിലെയാണ് യാത്രാവിമാനങ്ങൾ തട്ടിയെടുത്ത് അൽ-ഖ്വയ്ദ ഭീകരർ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചത്. അമേരിക്കൻ സമ്പന്നതയുടെ പ്രതീകമായി തല ഉയർത്തി നിന്ന ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഏറ്റവും പൊക്കം കൂടിയ 2 ടവറുകൾ ഭീകരർ വിമാനമിടിച്ചുകയറ്റി നിശേഷം തകർത്തു. ഇതിനു പുറമെ സൈനികാസ്ഥാനമായ പെന്റഗണും ആക്രമിക്കപ്പെട്ടു. 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ തട്ടിയെടുത്ത 19 ഭീകരരാണ് ആക്രമണം നടത്തിയത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽ-ഖ്വയ്ദയിലെ അംഗങ്ങൾ 4 അമേരിക്കൻ യാത്രാവിമാനങ്ങൾ റാഞ്ചി. ഇതിൽ 2 എണ്ണം ന്യൂയോർക്ക് സിറ്റിയിലെ മൻഹാട്ടനിലുള്ള ലോക വ്യാപാര കേന്ദ്രത്തിന്റെ ഇരട്ട ടവറുകളിലേക്ക് ഇടിച്ചുകയറ്റി. മിനിറ്റുകൾക്കകം 2 ടവറുകളും നിലംപൊത്തി. അതേസമയം തന്നെ റാഞ്ചിയെടുത്ത 3ാമത്തെ വിമാനം മറ്റൊരു സംഘം വെർജീനിയയിലുള്ള പെന്റഗൺ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇടിച്ചുകയറ്റി. 4ാമതൊരു വിമാനം റാഞ്ചിയിരുന്നെങ്കിലും യാത്രക്കാരുടെ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പെൻസിൽവാനിയയിലെ സോമർസെറ്റ് കൌണ്ടിയിലുള്ള ഒരു പാടശേഖരത്ത് തകർന്നു വീണു. ഈ വിമാനം വൈറ്റ് ഹൌസ് ലക്ഷ്യമാക്കിയാണ് നീങ്ങിയതെന്ന് കരുതുന്നു. 90 രാജ്യങ്ങളിൽ നിന്നുള്ള 2993 പേർക്ക് ജീവൻ നഷ്ടമായി. ഒസാമ ബിൻ ലാദനെ പിടികൂടി വധിച്ചു. എന്നാൽ ലാദനെ പിടികൂടുക എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ അധിനിവേശവും അതിനെ തുടർന്നുണ്ടായ ലക്ഷങ്ങളുടെ ആൾനാശവും സഖ്യരാഷ്ട്രങ്ങൾക്ക് പോലും അതൃപ്തിക്കിടയാക്കി. യുദ്ധതന്ത്രങ്ങളെക്കാൾ സൂക്ഷ്മതയോടെ മെനഞ്ഞ സെപ്റ്റംബർ ഭീകരാക്രമണത്തിന് ലോകചരിത്രത്തിൽ സമാനതകളില്ല. എന്നാൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അമേരിക്ക ചെയ്ത കൂട്ടിയ കൊള്ളരുതായ്മയുടെ ഫലമായി ഇസ്ലാമിക് സ്റ്റേറ്റ് വമ്പൻ ശക്തിയായി അമേരിക്കയ്ക്ക് തന്നെ ഭീഷണിയായി നിൽക്കുന്നു. വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ടവറുകളുടെ സ്ഥാനത്തുള്ള മ്യൂസിയത്തിൽ പ്രാർത്ഥനകളുമായി നൂറുകണക്കിന് ആളുകൾ ഇന്ന് ഒത്തുചേരും. ഇന്റർനാഷണൽ ഡെസ്ക്. കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം വിജയലക്ഷ്മി ഫാക്ടറി ഹെഡ് ഓഫീസ് സിപിഐഎം CITU നേതാക്കന്മാരും MLA മാരും കൊല്ലം മേയർ ഉൾപ്പെടെയുള്ളവരും ഉപരോധിച്ചു.
12,000 തൊഴിലാളികളാണ് VLCയിൽ മാത്രം പണിയെടുക്കുന്നത്. സമരം കണ്ടില്ലെന്ന് നടിച്ചാൽ തൊഴിലാളികളെ ഹെഡ് ഓഫീസിന് മുന്നിൽ എത്തിക്കുമെന്ന് KN ബാലഗോപാൽ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കഴിഞ്ഞ 5-ാം തീയതി മുതൽ VLC ഹെഡ് ഓഫീസിന് മുമ്പിൽ സ്റ്റാഫ് യൂണിയൻ CHUവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സമരം നടത്തി വരികയായിരുന്നു. ഓണമെത്തിയിട്ടും ഫാക്ടറി തുറക്കുകയോ ബോണസ് സംബന്ധിച്ച് ചർച്ച നടത്താൻ തയ്യാറാകാത്തതിനെയും തുടർന്നാണ് സമരം ഉപരോധമായി മാറ്റിയത്. ഫാക്ടറികൾക്ക് മുമ്പിൽ തൊഴിലാളികൾ സമരം നടത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാലും MLAമാരായ മുകേഷ് നൌഷാദ്, കൊല്ലം മേയർ രാജേന്ദ്രബാബു, കാപെക്സ് ചെയർമാൻ സുധേവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ VLC ഓഫീസ് ഉപരോധിച്ചത്. 1000 കോടി രൂപ ഒരു വർഷം ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയിൽ കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു പങ്ക് ഈ തൊഴിലാളികളുടെ അധ്വാനമാണല്ലോ അതിന് കാരണം. ആ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യം കൊടുക്കണം, ഫാക്ടറി തുറന്ന് പ്രവർത്തിപ്പിക്കണം. 10,000-ലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഫാക്ടറിയിൽ നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ കുറെ കാലമായിട്ട് അവർക്ക് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല തൊഴിലാളികൾ. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 40,000 തൊഴിലാളികളാണ് വിവിധ സ്വകാര്യ ഫാക്ടറികളിൽ അടച്ചിട്ടതിനെ തുടർന്ന് പട്ടിണിയിലായത്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓണത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ സൗജന്യ അരി വിതരണം ചെയ്യുന്നത് മുടങ്ങിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി P. തിലോത്തമൻ. 7 ജില്ലകളിൽ അരി വിതരണം പൂർത്തിയായി. മറ്റിടങ്ങളിൽ ഇന്നത്തോടെ അരി വിതരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്കൂളുകളിൽ ഓണത്തോടനുബന്ധിച്ചുള്ള സൗജന്യ അരി വിതരണം മുടങ്ങിയെന്ന് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്ന സാഹചര്യത്തിലാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി P. തിലോത്തമന്റെ വിശദീകരണം. 7 ജില്ലകളിൽ അരി വിതരണം പൂർത്തിയായി എന്നാണ്. മറ്റു ജില്ലകളിലും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തു നിന്നും ഒരു പരാതിയോ ഒരാക്ഷേപമോ ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. അരി ലഭ്യതാ പ്രശ്നം നേരത്തെ ആശങ്കയുണ്ടാക്കിയിരുന്നുവെങ്കിലും നിലവിൽ പ്രശ്നങ്ങളില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അരിയുടെ ലഭ്യത പ്രശ്നം ആദ്യം ചില ആശങ്കകൾ ഉണ്ടാക്കി എങ്കിലും അവസാനമാകുമ്പോഴേക്കും ഏതാണ്ട് ഫലപ്രദമായ വിതരണം പൂർത്തിയാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറിച്ചുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് 5 കിലോഗ്രാം അരിയാണ് ഓണത്തിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരവൂർ സ്വദേശികൾക്ക് ഇക്കുറി ഓണമില്ല. വെടിക്കെട്ട് ദുരന്തത്തിൽ കൊല്ലപ്പെട്ട 110 പേരുടെ കുടുംബങ്ങൾക്കൊപ്പം പരവൂർ പൗരാവലിയും ഓണാഘോഷം ഉപേക്ഷിച്ചു. പരവൂർ മുനിസിപ്പാലിറ്റി, DTPC, ക്ലബ്ബുകൾ, സഹകരണ ബാങ്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളും നാട്ടുകാരും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ ആർക്കും ഇക്കുറി ഓണമില്ല. തങ്ങളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്നിപ്പോഴും പരവൂർകാർ മോചിതരായിട്ടുമില്ല. ഈ ഓണം വലിയ ഒരു ദുഃഖത്തിന്റെ നിഴലിലാണ് പരവൂരെ സംബന്ധിച്ച്. ഈ കുറ്റിങ്ങൽ ദുരന്തവുമായി ബന്ധപ്പെട്ട അതിന്റെ കെടുതി അനുഭവിക്കുന്ന ആളുകൾ മഹാദുരന്തത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓണം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ, സാധാരണ വിപുലമായ ഓണ പരിപാടികൾ നടക്കാറുണ്ട്. ഇക്കുറി അതെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇതുവരെ 5 തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ബിനീഷിന് വിദ്യാഭ്യാസ വായ്പ തിരിച്ചടച്ചില്ലെന്നാരോപിച്ച് SBT നോട്ടീസിന്റെ രൂപത്തിൽ ഓണസമ്മാനവും നൽകി. ഞാൻ BSc നഴ്സിംഗ് പഠിച്ചിറങ്ങിക്കായിരുന്നു. ആ സമയത്ത് ഇപ്പോഴാണ് ഒരു ജോലി ഉടനെ കിട്ടിയത്. പിന്നെ അത് ബോംബെയിൽ ഒരു 2-3 മാസം വർക്ക് ചെയ്തേ ഉള്ളൂ. അതുമല്ല എഡ്യൂക്കേഷൻ ലോണിൻ്റെ റവന്യൂ റിക്കവറി ആയി. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും പിന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കിടന്നത്. നമ്മളിവിടുത്തെ സംഘടനകളൊന്നും ഓണം ഇല്ലെന്നാണ് അറിയുന്നത്. നമുക്കെന്തൊരു ഓണം ഈ ഒരു അവസ്ഥയിൽ കിടന്നിട്ട്. ഇതിലും ദുരിതത്തിലും സങ്കടത്തിലും കഴിയുന്ന ദുരന്തഭൂമിയിലെ മാവേലിയുടെ ജനതയ്ക്ക് എല്ലാം മറക്കാൻ കാലങ്ങൾ തന്നെ താണ്ടേണ്ടി വരും. ഓണാഘോഷമാണെങ്കിലും ഉത്സവമാണെങ്കിലും ആഘോഷങ്ങൾ പരിധിവിട്ടാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിലെ 110 പേരുടെ ദാരുണ അന്ത്യം. മരിച്ചുപോയവരുടെ കുടുംബങ്ങൾ ഇന്ന് അനാഥമാണ്. അതേസമയം പരിക്കേറ്റ് കഴിയുന്നവരുടെ ജീവിതം ദുരിതപൂർണവുമാണ്. ആഘോഷങ്ങൾ അതിരുവിടുമ്പോൾ ഒരു നിമിഷം ഇവരെക്കുറിച്ച് ചിന്തിക്കുക. പരവൂരിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറയുന്നത് പോലെയാണ് ശീതകാല പച്ചക്കറി കർഷകരുടെ അവസ്ഥ. ഇടനിലക്കാരെ ഒഴിവാക്കി ഹോർട്ടികോർപ്പ് നേരിട്ട് ഉൽപ്പന്നങ്ങൾ സംരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പ്രഖ്യാപിച്ചിട്ടും സംഭരിക്കാൻ ഹോർട്ടികോർപ്പ് തയ്യാറാകാത്തതാണ് ഇടുക്കി കാന്തല്ലൂരിലെ കർഷകരെ ഈ ഓണനാളുകളിൽ വലയ്ക്കുന്നത്. ഹോർട്ടികോർപ്പിന്റെ നിരുത്തരവാദ പ്രവർത്തനത്തെ തുടർന്ന് ശീതകാല പച്ചക്കറിയുടെ വിളനിലമായ കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിൽ സന്ദർശിച്ച കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ പ്രഖ്യാപനം ഇതായിരുന്നു. വെളുത്തുള്ളിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഉണ്ടാക്കുന്ന വെളുത്തുള്ളി ഏറ്റവും ക്വാളിറ്റിയുള്ള വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് ആ വെളുത്തുള്ളി, ഇവരുണ്ടാക്കുന്ന വെളുത്തുള്ളി നമുക്ക് സംഭരിക്കാൻ കഴിയുമോ?
അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് വില കൊടുത്ത് സംഭരിക്കാനും അത് ഇതിന്റെ സാധ്യതകൾ എങ്ങനെയാണെങ്കിലും പരിശോധിക്കണം. കഴിഞ്ഞ തവണ കൃഷി വകുപ്പ് കർഷകർക്ക് നൽകിയ ഗുണനിലവാരമില്ലാത്ത ക്യാരറ്റ് വിത്തുകൾ വരുത്തിയ വലിയ നാശമാണ് ഈ മേഖലയിലെ കൃഷിക്കാരെ വെളുത്തുള്ളി കൃഷിയിലേക്ക് വഴിതിരിച്ചുവിട്ടത്. വിളവെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മുഴുവൻ വെളുത്തുള്ളിയും സംഭരിക്കുമെന്നാണ് ഹോർട്ടികോർപ്പ് കർഷകർക്ക് വാഗ്ദാനം നൽകിയത്. വിളവെടുപ്പിന്റെ ആദ്യ ദിനങ്ങളിൽ കിലോയ്ക്ക് 140 രൂപ നൽകിയാണ് സംഭരണവും നടന്നത്. എന്നാൽ 400 കിലോ വെളുത്തുള്ളി സംഭരിച്ച ശേഷം വെളുത്തുള്ളി വാങ്ങാൻ ഹോർട്ടികോർപ്പ് തയ്യാറാകാത്തതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. മന്ത്രി ഉറപ്പ് പറഞ്ഞു കേരളത്തിൽ ആവശ്യം പോലെ വെളുത്തുള്ളി എടുത്തോളാന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞങ്ങൾ വെളുത്തുള്ളി എടുത്തു വെച്ചത്. ഇപ്പോൾ അവർ ആവശ്യം പോലെ എടുക്കില്ല എന്ന് പറഞ്ഞ് 5 ടണ്ണ് തന്നെ എടുക്കുള്ളൂ. ഇപ്പോൾ ആകെ എങ്ങനെയെങ്കിലും കൊത്തൂർ ഗ്രാമത്തിൽ വന്ന് മാത്രം എങ്ങനെയെങ്കിലും ഒരു 100 ടണ്ണുക്കുള്ള വെളുത്തുള്ളി ഇവിടെ ഉണ്ട്. വീട്ടിലെടുത്ത് വെച്ച ഡെയിലിയും ഇട കുറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ആരും എടുക്കാർക്ക് ആളില്ല. ഹോർട്ടികോർപ്പ് വെളുത്തുള്ളി വാങ്ങാതെ വന്നതോടെ വിളവെടുത്ത വെളുത്തുള്ളി എവിടെ സംഭരിക്കണമെന്ന ആശങ്കയിലാണ് കർഷകർ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇടനിലക്കാരെ ഒഴിവാക്കാനായിരുന്നു മന്ത്രിയുടെ ഇടപെടലെങ്കിൽ ഇടനിലക്കാരെ കർഷകരെ ചൂഷണം ചെയ്യാൻ ക്ഷണിച്ചു വരുത്തുന്ന നടപടിയാണ് ഹോർട്ടികോർപ്പ് സ്വീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഒരു കാലത്ത് ഗ്രാമപ്രദേശങ്ങളിലെ പതിവ് കാഴ്ചയായിരുന്നു തലപ്പന്ത് കളി. ജീവിത തിരക്കിനിടയിൽ മൺമറഞ്ഞെങ്കിലും ഓണനാളുകളിൽ ഗ്രാമീണ തനിമയുണർത്തി തലപ്പന്ത് കളി തിരിച്ചെത്തുകയാണ്. തൃശൂർ ചേലക്കരയിൽ നിന്നുള്ള കാഴ്ചയിലേക്ക്. വോളിബോളിലെ സർവീസും ഫുട്ബോളിലെ കിക്കും ക്രിക്കറ്റിലെ ക്യാച്ചും എല്ലാമുണ്ട് തലപ്പന്ത് കളിക്ക്. 7 പേരുള്ള ടീമാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. കൈകൊണ്ടും കാൽ കൊണ്ടും പല ഘട്ടങ്ങളിൽ കളിച്ച ഒരു ടീം തുടർച്ചയായി 2 തവണ പട്ടം വെച്ചാൽ അവർ ജയിക്കും. 7 റൗണ്ടുകളിലായി 3 സർവീസുകൾ. ഇങ്ങനെ 21 എണ്ണം ആദ്യമെടുക്കുന്ന ടീമിനാണ് പട്ടം. ഏതെങ്കിലും ഒരു ടീം ജയിക്കും വരെയാണ് മത്സരം. ജയത്തിനായി 2 ദിവസം വരെ കളി നീണ്ടുപോകാറുണ്ട്. ഈ കാത്തിരിപ്പൊന്നും തലപ്പന്ത് കളിയുടെ ആവേശം കുറയ്ക്കുന്നില്ല. ഓണക്കാലത്ത് ആയിരക്കണക്കിന് ആളുകളാണ് ഗ്രാമപ്രദേശങ്ങളിൽ കളി ആസ്വദിക്കാൻ എത്തുന്നത്. തലപ്പന്ത് കളിയും ഓണവും തമ്മിൽ എന്ത് ബന്ധമെന്ന് ആർക്കും അറിയില്ലെങ്കിലും തൃശൂർ ചേലക്കരക്കാർക്ക് തലപ്പന്ത് കളിയില്ലാതെ ഓണമില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓണക്കാലമായാൽ ഏവർക്കും സുപരിചിതനായ ഒരു മാവേലിയുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. കഴിഞ്ഞ 20 വർഷത്തിലധികമായി മാവേലി വേഷം കെട്ടുന്ന സുനിലാണ് ആ വ്യക്തി. ചലച്ചിത്ര താരമായ അടൂർ പങ്കജത്തിന്റെ മരുമകൻ കൂടിയാണ് സുനിൽ. ഓണക്കാലമായാൽ അടൂർ സ്വദേശി സുനിൽ പിന്നെ ഇങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റ് മാവേലി വേഷവും ധരിച്ച് ബൈക്കിൽ ടൗണിലേക്ക് ഇറങ്ങും. അടൂരും പന്തളവും കോഴഞ്ചേരിയുമൊക്കെ കറങ്ങി പത്തനംതിട്ടയിലെത്തിയപ്പോഴാണ് ഞങ്ങളുടെ ക്യാമറ കണ്ണിൽപ്പെട്ടത്. അടുത്തറിഞ്ഞപ്പോഴാണ് മാവേലി ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായതും. ചലച്ചിത്ര താരമായിരുന്ന അടൂർ പങ്കജത്തിന്റെ മരുമകനായ സുനിൽ കഴിഞ്ഞ 20 വർഷത്തിലധികമായിട്ട് ഓണക്കാലത്ത് ഇതാണ് പരിപാടി. 12ാം വയസ്സിൽ കെട്ടിയ വേഷമാണിത്. ഇപ്പോഴും ഞാൻ തുടരുന്നു. എനിക്ക് വല്ലാത്തൊരു ആത്മസംതൃപ്തിയാണ് ഈ വേഷം കെട്ടുന്നതിൽ കൂടി ഉള്ളത്. ഉള്ള കാലവും ഇനി വരുന്ന കാലങ്ങളിൽ ഒക്കെ ഇത് നിർത്താതെ തന്നെ തുടരണം. അതുപോലെ തന്നെ ഗിന്നസ് ബുക്കിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഏതാണ്ട് 820ഓളം വേഷങ്ങൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. നാടക പ്രവർത്തകൻ കൂടിയായ ഈ മാവേലി ആധുനിക യുഗത്തിന്റെ ഫോട്ടോ പിടുത്തം സെൽഫിക്കും പോസ്റ്റ് ചെയ്യാൻ മറന്നില്ല. ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ. സ്വന്തം മാതാപിതാക്കളില്ലാതെ അനാഥത്വത്തിൽ ശിശുക്ഷേമ സമിതിയിൽ കഴിയുന്ന പിഞ്ചോമനകളും ഓണം ആഘോഷിച്ചു. മാവേലിയും വാമനനും ഊഞ്ഞാലുമെല്ലാം ഈ കുരുന്നുകൾക്ക് പുതു അനുഭവമാണ് പകർന്നത്. ഓണക്കാലത്ത് ഓണക്കോടിയും ഓണക്കളികളും ഊഞ്ഞാലും പൂക്കളവുമെല്ലാം കുട്ടികൾക്ക് ആഹ്ലാദം പകരുന്നവയാണ്. എന്നാൽ പലരാൽ പലതരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന ബാല്യങ്ങൾക്കോ? തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ പിഞ്ചോമനകളും അനാഥത്വത്തിനു നടുവിൽ ഓണം ആഘോഷിച്ചു.
ഓണപ്പെരുമയുടെ അകമ്പടിയിൽ മാവേലിയും വാമനനും എത്തിയത് കുരുന്നുകൾക്ക് കൗതുകമായി. ആരോഗ്യമന്ത്രി കെ ശൈലജയും എത്തി ഇവർക്കൊപ്പം ഓണം കൂടാൻ. സ്വന്തം മാതാപിതാക്കളില്ലെങ്കിലും പുതുവസ്ത്രമിട്ട് അവരും ഓണം ആഘോഷിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയ്ക്കായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും കുട്ടികൾക്കൊപ്പം കൂടി. അങ്ങനെ കള്ളവും ചതിയും പുളിവചനങ്ങളുമില്ലാതെ ആ അനാഥ ബാല്യങ്ങളും ഓണം ആഘോഷിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി ഇടപ്പള്ളി മേൽപ്പാലം ഇന്ന് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. വൈകുന്നേരം 5 മണിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യും. 2013 നവംബറിലാണ് മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കൊച്ചി ഇടപ്പള്ളി ഭാഗത്തെ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനായാണ് സ്ഥലത്ത് മേൽപ്പാലം വേണമെന്ന ആശയം ഉദിച്ചത്. 2013 നവംബറിൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൊച്ചി മെട്രോയുടെ ഭാഗമായായിരുന്നു മേൽപ്പാലം നിർമ്മാണം. കൊച്ചി മെട്രോയുടേതുപോലെ ഡൽഹി മെട്രോ കോർപ്പറേഷൻ തന്നെയായിരുന്നു ഇടപ്പള്ളി മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചുമതല. 95 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത്. 60 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കലിനായി വേണ്ടിവന്നത്. 35 കോടി രൂപ പാലത്തിന്റെ നിർമ്മാണത്തിന് ചിലവായി. 15 മീറ്റർ വീതിയും 480 മീറ്റർ നീളവുമാണ് പാലത്തിനുള്ളത്. 2 വശങ്ങളിലായി 4 വരിയുമുണ്ട്. ഏറ്റവും മുകളിൽ കൊച്ചി മെട്രോയുടെ പാലം, അതിനു താഴെയായി ഇടപ്പള്ളി മേൽപ്പാലം, അതിലും താഴെ തിരുവനന്തപുരം കോഴിക്കോട് ബൈപ്പാസും. കേരളത്തിന്റെ ഗതാഗത ഭൂപടത്തിലെ ഒരേടാകുമിത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. പാലം യാഥാർത്ഥ്യമായതോടെ ഇടപ്പള്ളി ഭാഗത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.